ഹായ്, എല്ലാവർക്കും ബിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഞാൻ എന്നും നിങ്ങളോട് പറയുന്നതല്ലേ നമ്മുടെ ഗൾഫ് കൺട്രിയിലെ കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്, വിജി ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ അവിടാണ് ഇങ്ങനെ. അപ്പം കഴിഞ്ഞ ദിവസം സൂസൻ അലക്സ് കായംകുളത്ത് വന്ന് പുള്ളിക്കാരുടെ മോനും ഗൾഫ് കൺട്രിയിലാണ്, ആങ്ങളെയും. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എങ്കിലും അമ്മയൊക്കെ അല്ലേ ഇവിടെ നാട്ടിലിരിക്കുമ്പോൾ എത്രയ്ക്കാണെങ്കിലും അവർക്ക് വിഷമമൊക്കെ കാണുമല്ലേ. അടുത്തിരിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം ഇല്ല, അടുത്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പം ദൂരെ ഇരിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകും. അപ്പം നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഞാൻ ഇന്ന് നിങ്ങളെ ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ അവരുടെ വിഷമം അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരാളുടെ അടുത്തുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം നമുക്ക് നല്ലതല്ലേ, നമ്മുടെ കുഞ്ഞിന് നല്ലതല്ലേ, അതൊക്കെ അവരുടെ ഹൃദയത്തിലൊരിതുണ്ട്, അവരുടെ ഹൃദയത്തിനൊരിതൊരു ആശ്വാസം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറഞ്ഞതാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ഇന്നിവിടെ ഹോട്ടലായിരുന്നു. ഹോട്ടൽ എന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറുമ്പം നമ്മൾ പറയുന്നതല്ലേ അവർ കൊണ്ടുത്തരുന്നത്. ഇന്ന് പലർക്കും പലതായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൈസം മോന് പീനട്ടും ജാമൂടെ ചേർത്ത് ബ്രെഡ് ഉണ്ടാക്കി കൊടുത്ത്, പോൾ മോന് മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ട് ചപ്പാത്തി ഇട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് റോൾ ചെയ്ത് ടൊമാറ്റോ സോസും മയോണൈസും സവാളയൊക്കെ ഇട്ട് അങ്ങനെ റോൾ ചെയ്ത് അവന് കൊടുക്കാമെന്ന് വെച്ച്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന്. പിന്നെ എനിക്കുണ്ടാക്കിയത് ഇന്നലത്തെ അല്ല, കഴിഞ്ഞ ദിവസം അപ്പം ഉണ്ടാക്കിയില്ലേ, അപ്പം ഉണ്ടാക്കിയ മാവ് ഇത്തിരി ഉണ്ടായിരുന്നു. പിന്നെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു, ഞാനതെടുത്തു. പിന്നെ ഇവിടെ റേച്ചാനും ഡാഡിക്കും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി റോളാണ് അവർക്കെല്ലാം കൊടുത്തത്. അപ്പോൾ ഞാൻ അപ്പം അപ്പച്ചട്ടിയിലല്ല ഉണ്ടാക്കിയത്, ഇങ്ങനെ ദോശക്കല്ലേ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട്. അപ്പം നല്ല മറ്റേ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറേ കൂടെ സോഫ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അതേ മാവായിരുന്നു, പക്ഷേ നല്ല അടിപൊളി സോഫ്റ്റായിട്ട്. എനിക്ക് ഇങ്ങനെയുള്ള അപ്പം ഇഷ്ടം. പക്ഷേ ഇവിടെ റയിച്ചാന് ഇത് അത്ര താല്പര്യമില്ല. ഇങ്ങനെ നമ്മൾ പാലപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പാലപ്പത്തിൻ്റെ ഇച്ചിരി ഇങ്ങനെ ഇത്തിരി നടുവിൻ്റെ അകത്ത് ഇത്തിരി മാവ് ഒഴിച്ച് അങ്ങനെ ഇരിക്കുന്ന കാണാനാണ് ആൾക്കിഷ്ടം. എനിക്ക് പക്ഷേ ഇതാണ് ഇഷ്ടം. പാലപ്പം ഇഷ്ടമാണ്, പക്ഷേ ഇതിഷ്ടമാണ് എനിക്ക്. മത്തങ്ങയും പയറൂടിട്ട് കറി വയ്ക്കാമെന്ന് വെച്ചു. ആക്ച്വലി ചുവന്ന പയറാണ് ഇതിന് കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് വാങ്ങിച്ച ചുവന്ന പയർ തീർന്നു. ഒരു കൈപ്പിടിയോളം ഇരിപ്പുണ്ട്. ഞാൻ ചിന്തിച്ച് കുക്കാൻ അതങ്ങനെ ചേർക്കുന്നതെന്ന് പറഞ്ഞ് ഈ പച്ചപ്പയറായി നമ്മുടെ ചെറുപയറാണ് ചേർത്തത്. പിന്നെ ഒടിയൻ പയറുണ്ടായിരുന്നു, അത് എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ പയർ ഇത് വേവുമ്പോഴത്തേക്കിന് ഇതൊന്ന് ഞാൻ പോയി അരിഞ്ഞിട്ട് വരട്ടെ. പച്ചക്കറി ഇടയ്ക്ക് ഇത്തിരി വില കുറവായിരുന്നു, ഇപ്പോൾ ഭയങ്കര വിലയാണ് പച്ചക്കറിക്ക്. ഇന്ന് രാവിലെ റീച്ചാൻ പോൾമോനെ സ്റ്റേഷൻ്റെ അവിടെ വരെ കൊണ്ടുവിടാനായിട്ട് പോയി. അപ്പോൾ അവിടെ രാവിലെ പച്ചക്കറിക്കാരിയിരിക്കും. അപ്പോൾ അന്നേരം 2-3 പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നെയാണ്. ഭയങ്കര വിലയാന്ന് പറഞ്ഞു. ആ സൗണ്ട് കേൾക്കുന്നത് ഞങ്ങളുടെ അകത്തെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ പണി നടക്കുമ്പോൾ 1 മാസമായി പണി നടക്കുക. അവർ എല്ലാം അതിൻ്റെ അകത്ത് ഫർണിച്ചറും എല്ലാം കബോർഡെല്ലാം ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റേതായ പിന്നെ ആദ്യം അതിന് മുമ്പുള്ള എന്തോ അകത്തെല്ലാം പരിപാടിയായിരുന്നു. അപ്പം പൊടിയും ഡ്രില്ല് ചെയ്യുന്നതിൻ്റെ എല്ലാം കൂടെ ഇങ്ങോട്ട് ഞാൻ എപ്പോഴും ഈ ജനലടച്ചാണ് ഇട്ടേക്കുന്നത്. ഞാൻ വെളിയിൽ തുണി ഇട്ടേക്കുമ്പോൾ ആ തുണി എടുക്കുമ്പം കുടയുമ്പം എന്തുമാത്രം മണ്ണും പൊടിയും അതിൻ്റെ അകത്തുനിന്നറിയാമോ. അപ്പം ഭയങ്കര അവിടെ ആ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ള പൊടി. ഇവിടെ ഞാനിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ സ്നാബിറ്റിൽ നിന്ന് പിള്ളേരെ വിളിക്കുമ്പോൾ എന്തോ പൊടി 3 ദിവസം കൂടുമ്പം ഞാൻ ഈ കട്ടിലൊക്കെ ഇങ്ങോട്ട് നീക്കി കൊടുക്കുമ്പോൾ എന്ത് പൊടിയാണെന്നറിയാം. ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം പയറും മത്തങ്ങയും വെന്തായിരുന്നു, അതൊന്ന് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് അരപ്പൊക്കെ ചേർത്ത് അടപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പയറെല്ലാം ഞെവിടി വെച്ചായിരുന്നല്ലേ, തേങ്ങ, സവാള, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പൊക്കെ ചേർത്തൊന്ന് ഞെവിടി എടുത്തായിരുന്നു. അപ്പോൾ അത് ഇനി ഒന്ന് തോരൻ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്വല്പം വെള്ളം ഞാൻ ആ പാത്രം കഴുകി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇതങ്ങ് ഇളക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നെ തീ കുറച്ച് അടച്ചിടുന്നത്.
അപ്പോഴത്തേക്കിന് ചില പയർ ഇച്ചിരി കുഴയുന്നതായിരിക്കും. ഇത് കണ്ടാൽ തന്നെ എനിക്കറിയാം നല്ല ഇത്തിരി എന്താ പറയുന്നത്, ഉറപ്പുള്ള പയറാണ്. നമുക്ക് അരിയുമ്പോഴേ മനസ്സിലാവും. ഇനിയിപ്പം നമ്മുടെ കറിക്ക് കടുകൂടെ വറുത്ത് ചേർക്കാമേ. ഇപ്പം കറി ഇവിടെ റെഡിയായി. അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ടൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി ഇനി നമുക്ക് കേൾക്കാമേ. അപ്പോൾ ഈ സ്റ്റോറി നമ്മുടെ മായ സത്യം കേട്ടിട്ടുണ്ട്. മായ ഫേസ്ബുക്ക് കാണുന്നതുകൊണ്ട് മിന്നും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം ബെൻസിയെ ഇന്നലെ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ട്, അവൾക്ക് ഫോൺ ചെയ്യാൻ സമയമില്ലെങ്കിൽ അവൾ വാട്സപ്പിൽ മെസ്സേജ് ഇടും. എടി കൊച്ചോളെ, ഞാനൊരു പാഴ്സൽ അയച്ചിട്ടുണ്ട്, കുറേ ദിവസമായി, അവർ വിളിക്കുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അവൾ സർപ്രൈസായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസം ആയതുകൊണ്ട് കാണാൻ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ്. എന്നാൽ 3-ാം തീയതി അന്നേരം റീച്ച നോക്കിയുണ്ടേ 3-ാം തീയതി ഇന്നലെ ഇപ്പം ഞാൻ അങ്ങനെ റീച്ചായിട്ട് പറഞ്ഞിങ്ങനെ അവളൊരു മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം റീച്ച നോക്കിയുണ്ടേ 3-ാം തീയതി 4-ാം തീയതി അയച്ച് ഇന്നലെയായിട്ട് വരാം. ഞാൻ അവൾ പറഞ്ഞു ഇങ്ങനെ ഒരു പാഴ്സൽ വരും, വിളിച്ച് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ അല്ലെന്ന് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ലല്ലേ, അല്ലെന്ന് പറയില്ലേ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തൊട്ട് എന്തുവാന്നറിയാനുള്ളൊരു ആഗ്രഹം. നമുക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പിന്നെ അത് എൻ്റെ സ്വഭാവം അതെന്തുവാണെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ആകാംക്ഷയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അവളെ ഫോൺ ചെയ്തെന്നെ അവൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കുക. ഇന്നലെ എനിക്ക് ഫോൺ എടുത്ത് സംസാരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പിന്നെ നമുക്ക് മെസ്സേജ് ഇടും. പിന്നെ രാത്രിയായി കാണും. ഞാൻ ഇന്നലെ ഒരു 8 മണിക്കെങ്ങാണ്ടാണ് വിളിച്ചത്. പിന്നെ അതുകൊണ്ട് അവൾ വിളിച്ചു. ഇപ്പം ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ബെല്ലടിച്ച്. ഞാൻ ചിന്തിച്ച് ഇസ്തിരിക്കാരനായിരിക്കുമെന്ന്. അപ്പം നോക്കിയുണ്ടെ പാഴ്സൽ വന്ന് ഞാനത് എന്തുവാണെന്നുള്ളത് തുറന്ന് നോക്കട്ടെ, നിങ്ങളെ കാണിക്കാം കേട്ടോ. അവളെ ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവൾ ബിസി ആയിരിക്കാം, പാക്കിങ് അങ്ങനെയൊക്കെയുള്ള ബിസി ആയിരിക്കാം. അപ്പോൾ അവളെ നേരെ ഇപ്പം ചിന്തിക്കും, അയ്യോ ഇന്നുകൂടെ കഴിഞ്ഞിട്ട് നാളെ പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം അന്നേരം ഒന്നുകൂടെ സർപ്രൈസ് ആകുമായിരുന്നല്ലോ നമുക്ക്. ഓക്കെ, നോക്കട്ടെ ഇനി. അയ്യോ പിള്ളേർക്ക് ഇവൻ പറയുകയും ചെയ്തു, പ്രൈസൻ ഇപ്രാവശ്യം പ്രൈസൻ ബാ. കഴിഞ്ഞ പ്രാവശ്യം അവൾ എനിക്ക് മഞ്ഞപ്പൊടി അയക്കാൻ മറന്നു. അയ്യോ എൻ്റെ പുളി തീർന്നായിരുന്നു. അതാ ഞങ്ങളുടെ മനസ്സിൻ്റെ എനിക്ക് വാളംപുളി വന്നു. ചമ്മന്തിപ്പൊടി ഫ്രീസൻ്റെ ഫേവറേറ്റ്. ഇത് ഞാൻ പൊട്ടിക്കട്ടെ. ഇത് ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ള മധുരം ഇന്നാളി കിട്ടിയില്ല അവർക്ക് ബേക്കറിയിൽ പറഞ്ഞിട്ട്. അതിൻ്റെ മധുരം കാണത്തില്ലേ? ഇല്ലേ? ഇത് മധുരമല്ലേ, മധുരസേവ. ഇത് എല്ലാം കൂടെ മിക്സ് ആയി. ഇതിൻ്റെ അകത്ത് കുഴലപ്പത്തിൻ്റെ ഉണ്ട്, കായുണ്ട്, നമ്മുടെ ഒരു ബോളി ടൈപ്പ് ഉണ്ട്, മധുരസേവയുണ്ട്. അങ്ങനെ മിക്സാണ് ഇതിൻ്റെ അകത്ത്. അയ്യോ ഞാനിത് ഓണാക്കിയില്ലായിരുന്നോ പ്രൈസൻ? മൊബൈൽ ഓണല്ലായിരുന്നു. ഞാൻ കാണിക്കും, ഇനി ഓണല്ലായിരുന്നു. ഇതിങ്ങനെ ഒരു കവറ് പൊതിഞ്ഞ് വെച്ച്. ഓ, അത് അമ്മക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. പിന്നെ എൻ്റെ പുളി സത്യം പറഞ്ഞാൽ തീർന്നു. ഞാൻ അവളോട് ഇത് പറഞ്ഞില്ലായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ എല്ലാം അവള് വേണ്ട വാളംപുളി. കഷ്ടം. സഹോദരങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ അന്ത്യം വരെ കഴിയുക. കുഴലപ്പം പൊടിഞ്ഞു സാരമില്ല, കഷ്ടം. ഇത് എന്തുവാ, കൂവപ്പൊടി. അപ്പം ഇതിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞായിരുന്നേ. അപ്പം ഞാൻ ചിന്തിച്ച്, സാധാരണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ പൊതിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കപ്പലണ്ടി. അപ്പം ഞാൻ ചിന്തിച്ച് കപ്പലണ്ടി ഇല്ലയോന്ന്. അതുപോലെ കണ്ടൊരു കപ്പലണ്ടി ആയിരുന്നു.
പ്രൈസും പാഴ്സൽ വന്നപ്പോഴേ പറയാം. ഇപ്രാവശ്യം ഇതിൻ്റെ അകത്ത് വല്ല നല്ല കാര്യങ്ങൾ കാണണം. മമ്മിക്കും ഉണ്ട് മുളക് പൊടിയും എന്തോടാ മുളക് പൊടി നീ പറഞ്ഞ എന്തായിരുന്നു? പൊടികൾ ആയിരിക്കല്ലെന്ന്. ബൗളെടുക്ക് തരാം. ഇത് മധുരമുള്ള ഒത്തിരി ഇല്ല, ഇച്ചിരി മധുരമുള്ളൂ. ഇതാണ് മധുരസേവ ഞങ്ങൾ പറയാം. ഒത്തിരി ഇല്ല, എന്നാലും കുഴപ്പമില്ല. ബൗളെടുക്കാം അപ്പച്ചനും. അപ്പച്ചൻ്റെ പല്ല് അല്ലാതെ എന്തോ അപ്പച്ചന് കൊടുക്കില്ല. പ്രൈസൻ എന്നാ അപ്പം ഇതൊക്കെയാ വിശേഷങ്ങളെ. യുടെ തൊലി മൊത്തം അങ്ങ് ഇതായേ. അപ്പം നമുക്ക് സൗകര്യം ഇല്ലെങ്കിലും അതൊന്ന് പാറ്റി പറക്കണമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഞാനിത് മുറത്തിയിട്ടിട്ട് വെച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ തെറിക്കും. ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് പാറ്റും. എന്നിട്ട് ആ കുഴിക്കകത്ത് വരുമല്ലേ, അതെടുത്തങ്ങ് കളയും. ഈ പുറത്തെല്ലാം വീഴുന്നുണ്ട്, അതെല്ലാം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് ഇത് ഒഴിക്കുമ്പോൾ ഈ കുഴിയിലോട്ടങ്ങ് പോകും. ഇവിടൊക്കെ വീണിട്ടുണ്ട്, അതെല്ലാം ഇനി കഴുകിക്കളയണം. തൊലി കളഞ്ഞില്ലെങ്കിൽ ഇവന്മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മുറി മൊത്തം തൊലിയാവും. ഇവിടെ കിടക്കില്ലേ, ആദ്യം ഇവിടുത്തെ ഞാൻ കുഴിയിലോട്ടങ്ങ് ഇച്ചിരി നേരം ഇവിടെ വെക്കാം. അപ്പം വെള്ളം ഒന്ന് ഊറി വരും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് കൂടെ ജാലി വെച്ചിട്ട് ഒഴിച്ച് കളയും. പിന്നെ ഈ സൈഡെല്ലാം കഴുകിയെടുക്കാം. ഇപ്പം പ്രൈസും ചോദിക്കുക, അയ്യോ ഇതൊക്കെ എന്തിനാ ബെഞ്ചുമ്മി അയച്ചു തന്നേ? ഞാൻ പറഞ്ഞ അതാടാ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം. ഞാൻ നിങ്ങളോടും പറയത്തില്ലേ, ഞാൻ എൻ്റെ മക്കളടുത്തും പറയും. ഞങ്ങൾ കൊച്ചിലെ ആയിരിക്കുമ്പം എന്തെങ്കിലും ഒരു ഇച്ചിരി എന്തെങ്കിലും വാങ്ങിച്ചാൽ, അന്നൊക്കെ പപ്പ ജോലി കഴിഞ്ഞ് വരുമ്പം കപ്പലണ്ടി വെളിയിൽ പോയിട്ട് അങ്ങനെ വരുമ്പോൾ കപ്പലണ്ടി കൊണ്ടുവരും. അമ്മ എന്തോ ചെയ്യും, ഈ ന്യൂസ് പേപ്പർ എടുത്തിട്ട്, അന്നൊന്നും ബൗളല്ലല്ലേ, ഇങ്ങനെ പേപ്പറിലൊക്കെ അല്ലേ തരുന്നത്, 4 പാർട്ടാക്കും. എന്നിട്ട് അമ്മ ഇങ്ങനെ ഓരോ കൈപ്പിടി ഓരോരുത്തർക്കും ഈക്വലായിട്ട് എടുക്കും. പിന്നെ ബാക്കിയുള്ള ഒരു ഇച്ചിരി അമ്മ കഴിക്കും. അപ്പം ഞാനത് അവരോടിപ്പോൾ പറഞ്ഞ്, ആ സ്നേഹം ഞങ്ങൾ ഇപ്പോഴും ഉണ്ടടാ, നീയും പോളച്ചാച്ചനും അതുപോലെ ആയിരിക്കണം. എന്ത് കിട്ടിയാലും നിങ്ങൾ ഷെയർ ചെയ്യണം. മമ്മിയുടെ ഇല്ലാതാവുകയാണേലും നിങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കണം. ഞാൻ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലേ, അത് ഞാൻ അവളോടെ ഇടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഈ ചമ്മന്തിപ്പൊടി മാത്രം മതി ചോറിലിട്ട് കഴിക്കാൻ. അവൾ പറയും കൊച്ചോളെ അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ. ഞാൻ പറയും എടി എനിക്കാണെങ്കിലും പ്രൈസനാണെങ്കിലും അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് അയച്ചു തന്നത്, ഈ ചമ്മന്തിപ്പൊടി. അതാ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്നാണേലും അത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ
നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അവനോട് ഇപ്പോൾ അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു അത് അവസാനം വരെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പണ്ടൊക്കെ ഈ നമ്മുടെ വീട്ടിൽ പഴവും ഒക്കെ കൊലയൊക്കെ പഴുക്കത്തില്ലേ. അപ്പം അമ്മ അതുപോലെ എല്ലാവർക്കും ഞങ്ങൾക്ക് 4 പേർക്കും ഒരേ അളവ് തരും. എൻ്റെ സ്വഭാവം എന്തുവന്നോ, ഞാൻ കൊണ്ടത് സൂക്ഷിച്ച് വെക്കും. ഇച്ചിരി ഞാൻ വേണമെങ്കിൽ ഒരു ഏത്തക്കയൊക്കെ ആണെങ്കിൽ തിന്നിട്ട് വേണേ അത് മടക്കി വെക്കുമായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്തൊക്കെ വേണ്ടാത്ത തരങ്ങളായിരുന്നു കാണിച്ചത്. എന്നിട്ട് ഇവരുടെയൊക്കെ തീരുന്നുടനെ എൻ്റേത് അന്നേരവും കാണും. ഇവരുടെയൊക്കെ പെട്ടെന്ന് തീരും, എൻ്റേത് ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. പിന്നെ ഇച്ചിരി എടുത്ത് തിന്നും. ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ചിരിയും വരുന്നു ആ കാലം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.